നബിദിനാഘോഷങ്ങൾ കൂടി സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ടെന്നതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് വിശ്വാസികൾ ഇന്ന് നബിദിനാഘോഷത്തിൽ മുഴുകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിന റാലികളും വിവിധ കലാപരിപാടികളുമൊക്കെ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. മദ്രസകളിലൊക്കെ ഘോഷയാത്രയായി കുട്ടികളൊക്കെ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ നല്ല കാഴ്ചകൾ കൂടിയാണ് രാവിലെ തന്നെ കാണാനുള്ളത്. കുട്ടികളൊക്കെ വർണ്ണാഭമായ വേഷങ്ങളൊക്കെ അണിഞ്ഞ് ദഫുകളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ആഘോഷത്തിൽ അണിനിരക്കുകയാണ്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരും. മുജ്തബ, സംസ്ഥാനത്തുടനീളം ഇന്ന് നബിദിനാഘോഷങ്ങൾ, അതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടത് വർണ്ണാഭമായ ഒരു ഘോഷയാത്ര തന്നെയാണ്. കുഞ്ഞുകുട്ടികളൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു പോകുന്നത് കാണാനൊക്കെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അത്തരം ഘോഷയാത്രകൾക്കൊക്കെ തുടക്കമായോ? ഇന്ന് മറ്റെന്തൊക്കെ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക മുജ്തബ? സൂചിപ്പിച്ചതുപോലെ പ്രവാചക പ്രകീർത്തനങ്ങളുമായി ലോകത്താകമാനം മുസ്ലിം മതവിശ്വാസികൾ പ്രവാചകന്റെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോ മദ്രസ വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയും സംസ്ഥാനത്തുടനീളം വ്യത്യസ്ത മദ്രസകളിൽ പ്രവാചക പ്രകീർത്തന നബിദിന ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് എറണാകുളത്തെ തൃക്കാക്കരയിലുള്ള ഒരു മദ്രസയുടെ നബിദിനാഘോഷ യാത്രയിലാണ്. ഇപ്പോ ഈ യാത്രക്കിടയിൽ ഒരു കേന്ദ്രത്തിൽ അവർക്ക് സ്വീകരണവും അതോടൊപ്പം തന്നെ മധുരപലഹാര വിതരണവും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മല്ലേപ്പള്ളി ജുമാ മസ്ജിദ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ദാറുൽ മദ്രസയും തൃക്കാക്കരയിലെ മല്ലേപ്പള്ളി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭാരവാഹികളും ചേർന്നുള്ള ഒരു വിപുലമായ ഘോഷയാത്ര. അതോടൊപ്പം പ്രവാചകന്റെ പ്രകീർത്തനം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നബിദിനത്തിന്റെ നബി മുന്നോട്ട് വെച്ച, പ്രവാചകൻ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച ലോകർക്കാകമാനം മാതൃകയായിട്ടുള്ള ഓരോ പ്രവാചകന്റെ മാതൃകകൾ അതുൾപ്പെടെ പൊതുജനങ്ങളിലേക്ക് ഉദ്ബോധിപ്പിക്കുക, അതിന്റെ ഉദ്ഘോഷം ആളുകളിലേക്ക് എത്തിക്കുക എന്നതുൾപ്പെടെയുള്ളതാണ് ഈ റാലികൾ കൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ മധുരവിതരണം, പലഹാര വിതരണവും പായസവും ജ്യൂസും ഒക്കെ അങ്ങനെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്ന രൂപത്തിലാണ് ഘോഷയാത്രകളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രകൾ ഉണ്ടാകും. ഒരുപക്ഷെ പലയിടത്തും ഇന്ന് തന്നെയായിരിക്കും വൈകുന്നേരങ്ങളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ചുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവുക. ഒപ്പം തന്നെ ചില ഇടങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ മറ്റു തിരക്കുകളൊക്കെ കാരണം ഒരുപക്ഷെ നാളെ അത്തരത്തിലുള്ള പരിപാടികളും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും തൃക്കാക്കരയിൽ ഇന്നിപ്പോ രാവിലെ ഈ നബിദിന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. ഇന്ന് വൈകിട്ട് മദ്രസയിൽ എന്തൊക്കെ പരിപാടികളുണ്ടോ? നമ്മുടെ പരിപാടികൾ ഇന്നലെ അവസാനിച്ചു. ഇന്ന് ഈ ഘോഷയാത്രയും അന്നദാനവും മാത്രമേ ഉള്ളൂ ഇവിടെ. മദ്രസ പരിപാടികളൊക്കെ ഇന്നലെ കഴിഞ്ഞു. നബി തങ്ങളുടെ 1500-ാമത് ജന്മദിനമാണ് നാം ലോക മുസ്ലിങ്ങളൊക്കെയും ആഘോഷിക്കുന്നത്. ലോകത്തിന് എല്ലാ കാലത്തും കരുണ ചെയ്യാൻ വേണ്ടി ലോകത്തിലെ സമൂഹത്തിന് മുഴുവൻ കരുണ ചെയ്യണമെന്ന് പഠിപ്പിച്ച നേതാവാണ്. സ്നേഹമാണ് അവിടുത്തെ നേതൃത്വം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്നേഹം മാത്രമാണ് പ്രവാചകൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു ഉദ്ഘോഷമാണ് ഇത്തരം റാലികളിലൂടെ അല്ലെങ്കിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകളിലൂടെ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. എന്തായാലും സംസ്ഥാനത്തുടനീളം നബിദിനാഘോഷങ്ങൾ കൂടി തുടങ്ങിക്കഴിഞ്ഞു. മദ്രസകളിലൊക്കെ കുട്ടികളുടെ ഒരു ഘോഷയാത്ര, വൈകിട്ടൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മധുരം, പായസം വിതരണം, അങ്ങനെ അതിവിപുലമായ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നബിദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്.